പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്ത് സാബത്തിനെ കുറിച്ചുള്ള വിവാദവും സാബത്തിൽ ഈശോ നൽകുന്ന രോഗശാന്തിയുമാണ് മത്തായി സുവിശേഷകൻ വിവരിക്കുന്നത്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഗോതമ്പ് കൃഷി അവരുടെ ഉപജീവനത്തിന്റെ പ്രധാന മാർഗങ്ങളിലൊന്നായിരുന്നു. കൃഷി എപ്പോഴും ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. അവരുടെ പ്രസൈസ് കൾട്ടിവേഷനും പോളി ഹൗസ് ഫാമിങ്ങും ഒക്കെ നമുക്കറിയാം, ലോകത്തിന് മുഴുവൻ തന്നെ മാതൃകയാണ്. നമ്മളും ഈ ചെറുപ്പകാലത്തൊക്കെ ഗോതമ്പ് വയലിലൂടെ നെൽപ്പാടങ്ങളിലൊക്കെ നടന്നു പോയിട്ടുണ്ടല്ലോ. ചിത്രം വരയ്ക്കുന്ന പോലെ മത്തായി ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു, അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം എപ്പോഴൊക്കെ നമ്മൾ വായിച്ചാലും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ദുഃഖം ഉണ്ടാകും. കാരണം വിശന്നിട്ട്, അത്രമേൽ വിശന്നിട്ടാണ് ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുമ്പോൾ അതിലെ കതിരുകൾ പറിച്ച് കയ്യിലിട്ട് ഇവര് തിരുമ്മി ശിഷ്യന്മാർ കഴിക്കുന്നത്. പക്ഷെ അതുപോലും സാബത്തിന്റെ ലംഘനമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ദീപജ്ഞർ. ലോകാവസാനത്തോളം ഇങ്ങനെയുള്ള കൂട്ടരുണ്ടാകും. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദൈവത്തെ പോലും കൂട്ടുപിടിച്ചിട്ട് അവർക്കെതിരെ ആരോപണം നടത്തുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ കാലങ്ങളിലുണ്ടല്ലോ. പാകിസ്ഥാനിലൊക്കെ പോലത്തെ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ, മതനിന്ദ ആരോപിച്ച് എത്രയോ അധികം പേരെയാണ് ജയിലിൽ അടയ്ക്കുകയും കുറ്റക്കാരായി വിധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് പോലും നമ്മൾ കാണുന്ന മിഷണറിമാർക്കെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ശിഷ്യന്മാരുടെ എതിരെ ഫരിസേയർ നടത്തുന്ന ആരോപണം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വചനത്തെ കേന്ദ്രീകരിച്ചാണ്. അത് 10 കൽപ്പനകളിലെ 3-ാമത്തെ നിയമമാണ്. സാബത്ത് ആചരിക്കണം എന്നുള്ളതിൻ്റെ ലംഘനമായിട്ട് അവർ വ്യാഖ്യാനിച്ചു കളഞ്ഞു അത്. എന്നാൽ യഥാർത്ഥത്തിൽ നിയമാവർത്തന പുസ്തകത്തില് 23-ാം അധ്യായം 24-ാമത്തെ ഒരു വചനമുണ്ട്. അത് മഹത്തായ ഒരു വചനമാണ്. നീ അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ഗോതമ്പ് മണികൾ പറിച്ചു തിന്നുകൊള്ളുക, എന്നാൽ അരിവാൾ കൊണ്ട് കൊയ്യരുത്. അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് മുന്തിരിങ്ങകൾ പറിച്ച് നീ കഴിച്ചു കൊള്ളുക, എന്നാൽ നീ പാത്രത്തിൽ ശേഖരിക്കരുത്. അപ്പോ പാവപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയെല്ലാം നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടെ ഈ ഫരിസേയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫരിസേയരുടെ ഈ പ്രവൃത്തിയിൽ, ഈ ആരോപണത്തിൽ ഈശോയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടായിട്ടുണ്ടെന്ന് നോക്കുക. ഈശോ അതിനെ വളരെ ശക്തമായ രീതിയിൽ ആരോപണത്തെ പ്രതിരോധിക്കുകയാണ്. അതിന് ഈശോ ഉപയോഗിക്കുന്നത് 1 സാമുവേൽ 21-ാം അധ്യായത്തെ 6-ാമത്തെ തിരുവചനമാണ്. അവിടെ നമ്മൾ കാണുന്നു, വിശന്ന് പൊരിഞ്ഞിട്ട് അഹീമലേക്ക് എന്ന് പറയുന്ന പുരോഹിതന്റെ സന്നിധിയിൽ ദാവീദും അനുചരന്മാരും കൂടെ ചെല്ലുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ തരൂ, 5 അപ്പം തരൂ എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവിൻ്റെ മേശയിലെ തിരുസാന്നിധ്യത്തിന്റെ അപ്പമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഈ പുരോഹിതൻ പറയുന്നു. അവസാനം അത് ഈ ദാവീദിനും അനുചരന്മാർക്കും മറ്റൊന്ന്, അവിടെ 6-ാമത്തെ വാക്യം നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നു. തിരിച്ചൊന്ന് വെക്കാൻ മറ്റൊന്ന് അവിടെ ഇല്ലായിരുന്നു എന്ന് അവിടെ എഴുതുകയാണ്. എന്നിട്ടാണ് അത് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതാണ് ഈശോ ഇവിടെ ഉദ്ധരിക്കുന്നത്. അതുകൂടാതെ ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിലുണ്ട്. എന്താണ് ഈ അപ്പം? തിരുസാന്നിധ്യത്തിന്റെ അടയാളമായി 12 അപ്പങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഒരു കൽപ്പനയുണ്ട്. അപ്പോൾ ഇതാണ് ഈശോ ഇവിടെ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഈശോ പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓസിയ 6:6. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരുണ്യമാണ്. ബലിയേക്കാൾ പ്രധാനപ്പെട്ടത് കാരുണ്യമാണ്. നിയമത്തെക്കാൾ പ്രധാനപ്പെട്ടത് മനുഷ്യപ്പറ്റാണ് എന്ന് ഈശോ സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം നമ്മളോട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ശരിക്കും സാബത്തിന്റെ അർത്ഥത്തിലേക്ക്, സാബത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഈശോ ഈ ഫരിസേയരുടെ ചിന്തയെ തിരിച്ചു കൊണ്ടുവരികയാണ്. സാബത്ത് യഥാർത്ഥത്തിൽ സ്ഥാപിച്ചത് മനുഷ്യന്റെ വിശ്രമത്തിന് വേണ്ടിയാണ്. മനുഷ്യ 6 ദിവസം പണി ചെയ്തിട്ട് 7-ാമത്തെ ദിവസം
മനുഷ്യനും മൃഗവും വിശ്രമിക്കണം എന്നുള്ള കാരുണ്യത്തിന്റെ വലിയ സന്ദേശമാണത്. അതിനെയാണ് വലിയ മനുഷ്യദ്രോഹത്തിന്റെ അവസ്ഥയാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് എന്ന് പറയുന്നത്. മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് ഈശോ പറയുന്നു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ചോദ്യം ഇതാണ്, മനുഷ്യപ്പറ്റിനു മേൽ നിയമത്തെ അവരോധിക്കുന്നവരാണോ നമ്മൾ? ഞാനൊരു സംഭവം ഓർക്കുന്ന കുറേ നാളുകൾക്ക് മുമ്പ് നടന്നതാണ്. ഒരു പെരുന്നാൾ സന്ദർഭത്തിൽ തിരുനാളിന്റെ അവസരത്തിൽ നടന്നതാണ്. അവിടെ തിരുനാളിനോടനുബന്ധിച്ച് ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. അതറിഞ്ഞിട്ട് നാടോടിയായ ഒരു സ്ത്രീ കുഞ്ഞിനെയായിട്ട് വരികയാണ്. അവർക്കാകെ വളരെയധികം ബുദ്ധിമുട്ടി വിശന്നു വരികയാണ്. ഭക്ഷണത്തിന് വേണ്ടി വരുന്ന സമയത്ത് വലിയ ക്യൂ ഉണ്ട്. പക്ഷെ ആ ക്യൂവിനെ ഒന്നും അറിയാൻ മേലാതെ അതിൻ്റെ മുമ്പിലോട്ട് വരുന്ന സ്ത്രീയെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് ശകാരിച്ച് ഓടിക്കുകയാണ് അതിന് ചാർജ് ഉള്ളവർ. അവർ പറയുന്നു അതിന് കൂപ്പൺ എടുക്കണം. പോയി അവിടെ നിന്ന് കൂപ്പൺ എടുത്തിട്ട് ഏറ്റവും പുറകിൽ വന്ന് നിൽക്കുക. എത്ര മനുഷ്യർ നിൽക്കുന്നത് കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണോ നാം ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ആത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമുക്കുണ്ടോ? നിയമമാണോ പ്രധാനപ്പെട്ടത്, അതോ നിയമം ഉദ്ദേശിക്കുന്ന നന്മയാണോ പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. 10 മണിക്ക് സ്കൂളിൽ വരണം, കോളേജിൽ വരണം എന്നുള്ളത് നിയമമുള്ളതാണ്, എല്ലാവരും അത് പാലിക്കേണ്ടതാണ്. പക്ഷേ ഒരു കുട്ടി താമസിച്ചു വരികയാണ്. താമസിച്ചു വരുന്നതിന് കാരണം അവൻ്റെ അമ്മയുമായി അവൻ ഹോസ്പിറ്റലിൽ പോയതാണ്. നേരത്തെ വരാമെന്ന് വിചാരിച്ചു, പക്ഷെ ഡോക്ടർ വരാൻ താമസിച്ചു പോയി, അങ്ങനെ വൈകിയതാണ്. അവനെ ആ സ്കൂളിൻ്റെ വരാന്തയിൽ നിർത്തിയാൽ എന്ത് മനുഷ്യപ്പറ്റാണ്, എന്ത് നിയമമാണ്, എന്ത് സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നു എന്നുള്ളത്. അതേസമയത്ത് കപടതയായിട്ട് വരുന്ന കുട്ടികളുണ്ട്. സത്യസന്ധമായ കാര്യങ്ങളെയും ഒക്കെ നമ്മൾ വിവേചിച്ചറിയാൻ നമുക്ക് പറ്റണമെന്നുള്ള മനുഷ്യപ്പറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈശോയുടെ പക്ഷത്ത് നിൽക്കുന്നയാളാണോ അതോ ഫരിസേൻ്റെ പക്ഷത്ത് നിൽക്കുന്നയാളാണോ എന്നുള്ളതാണ്. എൻ്റെ നിലപാടുകൾ പലപ്പോഴും മനുഷ്യവിരുദ്ധമാണോ എന്നുള്ളതാണ്. അതോ ഈശോയുടെ പക്ഷത്താണോ ഞാൻ നിൽക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട. ഇവിടെ ഈശോ ഈ സംവാദത്തിന് ശേഷം കൈസൂക്ഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ്. അതൊരു വലിയ പ്രതീകമാണ്. നമ്മളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്താൻ മടിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കൈസൂക്ഷിച്ച മനുഷ്യരാണ്. എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മറ്റുള്ളവൻ്റെ നിസ്സഹായതയിലേക്കും അവൻ്റെ ദുഃഖങ്ങളിലേക്കും എത്തുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ കൈസൂക്ഷിച്ച മനുഷ്യരാണ്. മറ്റുള്ളവരിലേക്ക് എത്താത്ത കൈയുമായിട്ട് നടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇത് ഒരു പ്രതീകമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഇതാണ്, വിശക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? വിശക്കുന്നവരോടുള്ള മനോഭാവം എങ്ങനെയാണ്? റോമൻ ഓസ്റ്റിയാക്കോവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇറ്റാലിയനാണ്. അയാൾ റൊട്ടി മോഷ്ടിച്ചു. അതിന് കീഴ്ക്കോടതി കഠിന ശിക്ഷയാണ് കൊടുത്തത്. 2 മാസത്തെ കഠിന തടവ് ശിക്ഷിച്ചു. അവസാനം അത് മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പരമോന്നത സുപ്രീം കോടതി, അത് ലോകം മുഴുവനുള്ള ആളുകളുടെ കണ്ണു തുറപ്പിച്ച വിധിയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പരമോന്നത നീതിന്യായ കോടതി വെറുതെ വിട്ടിട്ട് കീഴ്ക്കോടതിയെ കഠിനമായി ശകാരിച്ചു. അതിനുശേഷം പറയുന്ന ഇതാണ്, ഈ ഏതെങ്കിലും തെരുവുകളിൽ ഒരു മനുഷ്യൻ വിശന്നിട്ട് അപ്പം മോഷ്ടിക്കുന്നെങ്കിൽ അതിന് ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും ധനികന്മാരും ഭക്ഷണം കഴിക്കാൻ പ്രാപ്തിയുള്ളവരെല്ലാം കുറ്റക്കാരാണെന്നാണ് ആ കോടതി പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെ അടുത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു ദരിദ്രൻ വരുമ്പോൾ കൊടുക്കാനൊന്നുമില്ലാതിരിക്കുമ്പോൾ അവസാനം ബൈബിൾ എടുത്ത് കൊടുക്കുകയാണ്, ഇത് വിറ്റിട്ട് നീ പോയി ഭക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ അറിയാതെ ഓർത്തു പോകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആദിവാസി കുടിലിൽ മധു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആദിവാസി യുവാവ്, അവനെ മർദ്ദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, അരി മോഷ്ടിച്ച് എനിക്ക് വിശന്നിട്ടാണ് സാറുമാരെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പാപത്തെ മർദ്ദിച്ച് കൊന്നുകളഞ്ഞു. നോക്കുക പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം ഈ തരത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ കാമ്പിനെ അതിനെ വ്യവിച്ഛേദിച്ച് മനസ്സിലാക്കി തരുന്ന സുവിശേഷ ഭാഗമാണ്. നന്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി നിയമത്തെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുക. ചില സമയത്ത് എന്ന് പറഞ്ഞ് എല്ലാ സമയത്ത് ആ തരത്തിലല്ല, മനുഷ്യൻ്റെ നന്മ നിസ്സഹായതകളിലൊക്കെ സമയത്ത് നിയമത്തെക്കാൾ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്ന സുവിശേഷ ഭാവമാണിത്. Subscribe now and press the bell icon. Never miss an update.